എന്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. രേണുസുതി ചികിത്സാ സഹായം. രേണുസുതിക്ക് ചികിത്സാ സഹായം എന്ന വ്യാജ പ്രചരണം നടത്തി ഒരു കൂട്ടം സംഘങ്ങൾ പണം പിരിക്കുന്നു. രേണുസുതി അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നു. അതായത് താൻ മനസ്സാവാച അറിയാത്ത കാര്യമാണെന്നും തന്റെ അറിവോടെയല്ല ഇങ്ങനെ പണം പിരിക്കൽ നടന്നതെന്നും അവർ പറയുന്നുണ്ടായി. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയല്. ഞാൻ അറിഞ്ഞിട്ടല്ല, എന്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ കുഞ്ഞു മോനുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. കേട്ടില്ലേ? ഇതാണ് മറുപടി. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം രേണുസുതിക്കെതിരായി വന്ന ആദരാഞ്ജലി പോസ്റ്റ്. നമ്മൾ ഒരിക്കലും ഒരാളെ പറ്റി അങ്ങനെ ചെയ്യരുത്. കാരണം അത് വാക്കുകളെക്കാൾ വലിയ മുറിവുണ്ടാക്കും എന്നതാണ് സത്യാവസ്ഥ. രേണുസുതി ഒരുപാട് സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും വീഡിയോസ് ഞാനും ഇട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരിക്കലും അവർ ജീവിക്കരുത് എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രേണുസുതിയെ സപ്പോർട്ട് പിടിച്ചതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ഇഷ്യൂ ഞാൻ അവർക്ക് സപ്പോർട്ട് നിന്നൊരു വ്യക്തിയാണ്. കൂടാതെ അവർ സോഷ്യൽ മീഡിയയിൽ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അവരെ എതിർത്തും വീഡിയോസ് ചെയ്തൊരു വ്യക്തിയാണ്. കേവലം എന്റെ ചാനൽ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചാനലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്റേതായ രീതിയിൽ അവതരിപ്പിച്ച് ഞാൻ റിയാക്ട് ചെയ്തിടും. അതിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ വിമർശിക്കും, ശരി കണ്ടാൽ സപ്പോർട്ട് ചെയ്യും. ഇത് ഞാൻ പറയാൻ കാരണം എന്റെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിന്തിക്കില്ല രേണുസുതിയുടെ ഈ അവസ്ഥയിൽ ഞാൻ അവരെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോ വിവാദങ്ങളും കണ്ട് വിലയിരുത്തി അതിലെ സത്യത്തിന്റെ ഒപ്പമാണ് ഞാൻ അന്നും ഇന്നും എന്നും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും രേണുസുതി കീമോതെറാപ്പി ട്രീറ്റ്മെന്റിന് പോണതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവർ ആവാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ടാണ്. കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലുപരി എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. പോയി സുഖം പ്രാപിച്ചിട്ട് വാ. എന്തായാലും എന്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. എനിക്ക് പറയാനുള്ളത് കമന്റോളീസിനോടാണ്. ദയവ് ചെയ്ത് ഒരാൾ മരണപ്പെട്ടിട്ട് ചത്തുപോട്ടെ എന്ന രീതിയിലെ കമന്റ്സ് ഒന്നും ഇടല്ലേ. പ്രത്യേകിച്ച് ഒരാൾ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.